മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണാലയത്തിലെത്തുകയാണ് മഹാലക്ഷ്മി. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ നിന്നെ അവനെ കാണുമ്പോഴേക്കും അവൻ നിന്നോട് ചോദിക്കും കണ്ണനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ ഇല്ലേ എന്ന്. അപ്പോൾ നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശിയോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതേസമയം നീ കണ്ണനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് അവനോടൊരു നുണ പറയണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അതേസമയം പ്രതാപൻ്റെ മുറിയിലോട്ടെത്തുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ പ്രതാപനെ കാണുന്നതും ചെറിയ ഭയം വരുന്നു. കാരണം ഇനി എന്താണോ ഇയാളുടെ വായിൽ നിന്നും പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി മോളെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നെല്ലാം പറയുന്നു. എന്തിനാണ് എന്നെ കാത്തിരിക്കുന്നതെന്നെല്ലാം മഹാലക്ഷ്മി പ്രതാപനോട് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കണ്ണനോട് പറഞ്ഞോ? ഇവിടെയാണെങ്കിൽ ഈ കിളവിയും എൻ്റെ ഈ മോളായ കരുണയൊന്നും അത് പറയാനായിട്ട് സമ്മതിക്കുന്നില്ല. എപ്പോഴും കണ്ണനെ ഞാൻ വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവരാണെങ്കിൽ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് എന്നിൽ നിന്ന് കണ്ണനെ മാറ്റി അകറ്റി വിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മോളോട് ചോദിക്കുന്നത്, കണ്ണനോട് പറഞ്ഞോ ഇല്ലയോ എന്ന്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ വളരെ സന്തോഷമാകുകയാണ്. പ്രതാപൻ പറയുന്നുണ്ട്, ഇനി എന്ത് സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് മോളെ. അവൻ എന്ത് ശിക്ഷ തന്നാലും ഞാനത് സഹിക്കും. എൻ്റെ വിശ്വനാഥൻ വരുമ്പോഴേക്കും എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതായിട്ട് വിശ്വനാഥനോട് പറയണം. ഇനിയെങ്കിലും എൻ്റെ വിശ്വനാഥൻ്റെ കൂടെ എനിക്ക് പോകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ വളരെ സന്തോഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന കരുണയ്ക്കും മുത്തശ്ശിക്കുമാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. കാരണം പ്രതാപനാണെങ്കിൽ മാഹിയോട് ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നതെല്ലാം കാണുമ്പോഴേക്കും നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നുകൊണ്ട് വിറച്ചു തുള്ളുകയാണ് കരുണ. പിന്നീട് തിരിച്ച് ഓഫീസിലെത്തുന്ന മഹിയാണെങ്കിൽ നമ്മുടെ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, പ്രതാപനാണെങ്കിൽ നല്ല മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് അയാൾ എന്തൊക്കെയോ വായിൽ വരുന്നതെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി കണ്ണേട്ടനാണെങ്കിൽ അയാളെ കാണാനായിട്ട് അങ്ങോട്ട് പോകുകയോ അയാളുടെ ഫോൺ വിളിക്കുന്നത് എടുക്കാനോ പോകരുത് എന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഇതൊക്കെ അയാളുടെ ആക്ടിങ് ആയിരിക്കും. താൻ അയാളുടെ അടുത്ത് പോകുമ്പോഴെല്ലാം ശ്രദ്ധിച്ച് വേണം പോകാൻ. അയാൾ തന്നെ ഉപദ്രവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെയെല്ലാം അഭിനയിച്ചിട്ട് നമ്മുടെ മുന്നിൽ അയാൾ പാവം പോലെ ആകുന്നതായിരിക്കും എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട മഹാലക്ഷ്മിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. പിന്നീട് പ്രതാപൻ്റെ മുറിയിലോട്ട് വരുന്ന കരുണയ്ക്കാണെങ്കിൽ പ്രതാപൻ്റെ അവസ്ഥ കണ്ട് ആകെ ഭയം തോന്നുകയാണ്. പ്രതാപനാണെങ്കിൽ വിശ്വനാഥനോടായിട്ട് വളരെ സംസാരിക്കും, ചിരിയും വർത്തമാനവും എല്ലാമായിട്ട് വളരെ സന്തോഷത്തിലിരിക്കുന്നത് കണ്ട് കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു. കാരണം വിശ്വനാഥൻ്റെ പ്രേതം ഇനി തന്നെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. അങ്ങനെ പേടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തെത്തുന്ന കരുണ പറയുന്നുണ്ട്, എല്ലാം കൈവിട്ട് പോയെന്നാണ് തോന്നുന്നത് മുത്തശ്ശി. എന്താണെങ്കിലും അച്ഛനാണെങ്കിൽ യാതൊരുവിധ വെളിവും ഇല്ലാതെ തന്നെ ആ വിശ്വനാഥൻ്റെ പ്രേതത്തിനോടാണെന്ന് തോന്നുന്നു വളരെയേറെ സംസാരിക്കുന്നു, ചിരിക്കുന്നുമെല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു. ഇനി ആ മുറിയിലോട്ട് പോകാനായിട്ട് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണ മുത്തശ്ശിയോടായിട്ട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ ഇനി എന്തിനാണ് ചെയ്യുന്നത്, ഇവ മുഴുവട്ടായി പോയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി തന്നെ കരയാണ്. പിന്നീട് വീട്ടിലെത്തുന്ന കണ്ണനാണെങ്കിൽ മഹിയെ വിളിക്കുന്നു. അങ്ങനെ മഹിയോടായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നായിരുന്നു എന്ന് മഹിയോട് പറയുന്നുണ്ട്. അപ്പോൾ മഹി ചോദിക്കുന്നുണ്ട്, അത് ആരുടെ കോളാണെന്ന്. താനല്ലേ പറഞ്ഞത് പ്രതാപൻ്റെ കോളൊന്നും എടുക്കരുതെന്ന്, അതുകൊണ്ട് ഞാൻ ആ കോൾ എടുത്തില്ല, അതുകൊണ്ട് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. കണ്ണേട്ടൻ ഇനി തിരിച്ച് വിളിക്കാനൊന്നും പോകേണ്ട എന്നെല്ലാം മഹി പറയുന്നത് കേട്ട കണ്ണൻ പറയുന്നുണ്ട്, ഞാനിനി അയാളെ വിളിക്കാനൊന്നും പോകുന്നില്ല. അയാൾ എപ്പോഴെങ്കിലും നല്ല ബോധമുണ്ടാകുമ്പോൾ എന്താണ് പറയാൻ പറ്റുന്നതെങ്കിൽ അന്നേരം പറയട്ടെ, ഇപ്പോൾ ഞാനതൊന്നും അന്വേഷിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് ആരോ വരുന്നതായിട്ട് കണ്ണന് തോന്നുകയാണ്. അങ്ങനെ കണ്ണൻ പെട്ടെന്ന് തന്നെ ഡോറിൻ്റെ പിറകിൽ ഒളിക്കാൻ ശ്രമിക്കുന്നു. കണ്ണന് വേണ്ടി ചായയുമായിട്ട് ദുർഗയാണെങ്കിൽ അങ്ങോട്ട് വരുന്നു. അങ്ങനെ ദുർഗ വരുന്നതും കണ്ണൻ്റെ വീൽ ചെയർ മാത്രം തനിയെ ഇരിക്കുന്നത് കൊണ്ട് ദുർഗയാണെങ്കിൽ ആകെ സംശയിക്കുന്നുണ്ട്, കണ്ണൻ എവിടെ പോയി കാണുമെന്നാലും എവിടെയാണ് കണ്ണ എന്ന് വിളിച്ചിട്ടും അനക്കമൊന്നും ഇല്ലാതെ ആകുമ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. മോനെ ഇവൻ്റെ വീൽ ചെയർ മാത്രമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ, ഇവൻ എവിടെ പോയി എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഉണ്ണിയും ദുർഗയും ആണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ഇനി അയാൾക്ക് നടക്കാൻ വല്ലതും പറ്റിയോ അമ്മയെന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്, എനിക്കിതെല്ലാം കേൾക്കുമ്പോഴേക്കും എൻ്റെ ഹൃദയം ഇപ്പോൾ നിന്ന് പോകുമെന്നെല്ലാം പറയുന്നു. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, എന്താണെങ്കിലും അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ സിറ്റ് ഔട്ടിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഉണ്ണി വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ നിലത്ത് വീണതായിട്ട് അഭിനയിക്കുകയാണ്. അതേസമയം ഉണ്ണിയാണെങ്കിൽ കണ്ണനെ എടുത്തുകൊണ്ടുവന്ന് റൂമിൽ കിടത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോഴെല്ലാം ഞാൻ നടക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ പെട്ടെന്ന് വീണു പോയതാണെന്നെല്ലാം കള്ളം പറയുന്നുണ്ട് കണ്ണൻ.
പിന്നീട് മഹിയാണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, ഇന്ന് ഞാനാണെങ്കിൽ ആ പ്രതാപനെ കാണാനായിട്ട് അവിടെ പോയിരുന്നു, പക്ഷേ അയാളോട് ഞാൻ കണ്ണേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് നുണ പറഞ്ഞു എന്ന് പറയുമ്പോൾ, എന്താണെങ്കിലും ഇത് കണ്ണേട്ടൻ അറിഞ്ഞു കഴിയുമ്പോൾ ആകെ പ്രശ്നമാണ് മഹി, നമ്മളെല്ലാവരും കണ്ണേട്ടനെ ഒരുപോലെ ചതിച്ചെന്നാണ് കണ്ണേട്ടൻ വിചാരിക്കുക, ഇനി എന്താണ് ചെയ്യുക എന്ന് എനിക്ക് ഒരെത്തും പിടിയുമില്ല എന്ന് ലേഖ പറയുന്നത് കേട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഞെട്ടിത്തിരിക്കുന്നുണ്ട്. അപകടം നടന്ന സമയത്ത് മഹിയാണെങ്കിൽ അയാളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, ആ കാര്യമല്ല ഇനി കണ്ണേട്ടൻ അറിയുമ്പോൾ എന്ത് കാണിക്കും തെറ്റിദ്ധരിക്കുക, എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ആകെ വിഷമമാകുന്നു മഹി, എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.